ഒരു ഫാന്റസി മൂവിയാണ്. അതെ, പ്രത്യേക ഒരു രീതിയിൽ ചെയ്തിരിക്കുന്ന ഇതാണ്, ഒരു ഉപദേശം അത്ര കണ്ടിരിക്കാം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പടമാണ്. അത് ഇഷ്ടം. വെറൈറ്റിയാണ്. കുഴപ്പമില്ല, നല്ല സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കോമഡിയാണോ അതോ സീരിയസ് ആണോ? പോലാണ് പടം, സീരിയസ് അല്ല. കുഴപ്പമില്ല, നല്ലതാ. അവസാനം കൊള്ളാം, മ്യൂസിക് കൊള്ളാം. സിനിമ നല്ലതാ, എൻജോയ്, പിള്ളേർക്കാണെങ്കിലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. എന്താണ് മെയിൻ ആയിട്ട് സിനിമയുടെ കഥ? കഥ എന്ന് വെച്ചാൽ സമൂഹത്തില് ഇന്നത്തെ കാലത്ത് ഒട്ടും എന്താ പറയാ, ഒരു മനുഷ്യന് ജീവൻ എന്തിനും ബലകൽപ്പിക്കുന്ന രീതിയിലുള്ള, പിള്ളേർക്കാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് സിനിമ. അത് മനസ്സിലാവും, എല്ലാം ഓക്കെയാണ്. ഗ്രാഫിക്സ് എല്ലാം അടിപൊളിയാണ്. അടിപൊളിയാ, ഒന്നും പറയാനില്ല. കൊള്ളായിരുന്നു, നല്ല പടം. ഇഷ്ടപ്പെട്ട് ഗംഭീരം. മാരൊക്കെ ഒന്നും പറയാ, എന്ത് പറയാനാണ്, ഒന്നും പറയില്ല ചേട്ടാ. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. എന്തിന് കുഴപ്പമില്ല അങ്ങനെയൊക്കെ ചോദിച്ചാ കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് പ്രാന്ത് പിടിക്കും. നമ്മള് കന്നഡ സിനിമയിലെ 3 പ്രശസ്ത താരങ്ങളാണ് ഇതിലെ ആൾക്കാർ അഭിനയിച്ചേക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു ഫസ്റ്റ് ഹാഫൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ നമ്മൾ എങ്ങോട്ടായി സഞ്ചരിക്കുന്നത് എന്നുള്ളത്. അതായത് ഇവരൊക്കെ നല്ല കോമഡിയന്മാരായിട്ട് അഭിനയിച്ചേക്കുന്നത്. ഈ 3 നടന്മാരും നല്ല കോമഡി ആയിട്ടാണ് ചെയ്യുന്നത്, നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞ് കഴിയുമ്പോൾ അതായത് പടത്തിൻ്റെ ഒരു സ്റ്റൈൽ മാറും. ഇതിലൂടെ ഒരുപാട് മെസ്സേജുകൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സമൂഹത്തിൽ. അതായത് ജീവിതം, മരണം, ദൈവം, മനുഷ്യൻ, വിശ്വാസം, ഇതെല്ലാം ഇതിനകത്തെ കൂടി പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ ക്ലൈമാക്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് VFX ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഒരുപാട് VFX എഫക്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് പറയാൻ ശ്രമിച്ചേക്കുന്നത്. നല്ലൊരു മെസ്സേജ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, അതുമാത്രം പറയാനുള്ളത്.